ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ കപ്പയും മത്തിയും വെച്ചുള്ള ഒരു പുഴുക്കാണ് ഇന്ന് കാണിക്കുന്നത്. മത്തിക്കറിയും കപ്പ വേവിച്ചതൊക്കെ കഴിക്കാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും. നല്ല ടേസ്റ്റിൽ ഇപ്പം കിട്ടുന്ന മത്തിയൊക്കെ നല്ല പനിഞ്ഞിലൊക്കെയുള്ള നല്ല നെയ്മയമുള്ള മത്തിയാണ്. അപ്പം നല്ല മത്തി കിട്ടിയപ്പം കപ്പ വെച്ചൊരു പുഴുക്ക് തയ്യാറാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കല്ലോ എന്ന ഓപ്ഷനും. എന്നാലേ ഫ്യൂച്ചറിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള 1 കിലോ മത്തി നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് കുറച്ച് പനിഞ്ഞിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പനിഞ്ഞിലൊക്കെ എടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട്. അല്ലാതെ മത്തി മാത്രമായിട്ടാണ്. അപ്പം 1 കിലോ മത്തിയാണിത്. ഇതിൻ്റെ കൂടെ ഞാനൊരു 1.5 കിലോ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണ്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന കപ്പയാണിത്. പിന്നെ നമുക്ക് കപ്പയ്ക്കൊന്ന് ഒതുക്കി ചേർക്കാൻ വേണ്ടി ഞാൻ 1 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 1 മുറി മുതൽ അല്ലെങ്കിൽ ഒരു 1.5 കപ്പ് തേങ്ങ നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മീനിനും വേണം, കപ്പയ്ക്ക് ഒതുക്കുന്ന സമയത്ത് കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാനും വേണം. ഒരു 10 അല്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്. ഈ പച്ചമുളകിന് പകരം നമ്മുടെ വീട്ടിലെ കാന്താരിമുളക് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അതില്ല എന്നുണ്ടെങ്കിൽ പച്ചമുളക് എടുക്കുക. അപ്പോൾ എനിക്ക് കാന്താരി ഇല്ലാത്തതാണ് ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 4 എണ്ണമാണ് വലിപ്പമുള്ളത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ ഓൾറെഡി കപ്പയ്ക്കകത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി എടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഉലുവ വറുത്ത് പൊടിച്ചത്. ഞാനൊരു വലിയ കഷ്ണം പുളി നന്നായി കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുണ്ട്. അപ്പം അത് രണ്ടായിട്ട് ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം പുളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിത് നാടൻ ഒരു പുഴുക്കാണല്ലോ. അപ്പം നമ്മളിതിലേക്ക് വറുത്ത് ഒന്നുമല്ല ഇടുന്നത്. കടുക് പൊട്ടിക്കത്തില്ല. നമ്മൾ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചാണ് നമ്മളിത് ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാൻ വെള്ളം വേണം. ആവശ്യത്തിന് നമുക്ക് ഉപ്പും വേണം. അപ്പം നമുക്ക് ആദ്യമേ മത്തി ഒന്ന് കറി വെക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഈ ചട്ടിയിലേക്ക് നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം. ആദ്യമേ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി മൊത്തം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമുക്കൊരു 5-6 കഷ്ണം അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്. നമ്മൾ ആ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പില 1-2 ചേർത്ത് കൊടുക്കുക. ഇനി മീൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ കപ്പയ്ക്ക് ഓൾറെഡി ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് മത്തിക്ക് മാത്രമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ പറഞ്ഞല്ലോ കടുവൊന്നും പൊട്ടിക്കത്തില്ല. അപ്പം ഞാൻ ആദ്യമേ തന്നെ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ മീൻ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് മുന്നിട്ട് നിന്നാലും കുഴപ്പമില്ല. എന്നാൽ ഒത്തിരി വെള്ളം കൂടിപ്പോവുകയും ചെയ്യരുത്. അപ്പോൾ കപ്പ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഓൾറെഡി ഇതിനകത്തിൽ വെള്ളം വേണ്ടിയതാണ്. അപ്പോൾ അതനുസരിച്ചുള്ള വെള്ളമാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം മത്തി ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ മത്തി നന്നായിട്ട് വെന്ത് കിട്ടണം. അതായത് നമ്മൾ മുള്ളേന്ന് വിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ഈ മത്തിക്കറി വെന്ത് കിട്ടണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ മീൻ അവിടെ വേകുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പ വേവിച്ചെടുത്തിട്ടില്ലെങ്കിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള കപ്പ എടുത്ത് ക്ലീൻ ചെയ്ത് ചെറിയ രീതിയിൽ അത് കുത്തിയെടുത്തതിന് ശേഷം നന്നായി കഴുകി ചൂടുവെള്ളത്തിലേക്കിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് നന്നായിട്ട് വേവിച്ച് ഇത് ഊറ്റിയെടുക്കാം. അങ്ങനെ വേവിച്ച് ഊറ്റിയെടുത്ത് വെച്ചിരിക്കുന്ന കപ്പയാണിത്. അപ്പോൾ ഇനി നമ്മുടെ മീൻ ഏകദേശം വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കപ്പയ്ക്കൊന്ന് ഒതുക്കിയെടുക്കാം. ഞാൻ ആദ്യമേ കാണിച്ചതിൻ്റെ അതിൽ ചുമന്ന ചെറിയ ഉള്ളിയുടെ കാര്യം പറഞ്ഞില്ല. ഞാനൊരു 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടാം. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് വലുതായിട്ട് അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടാം. അപ്പോൾ എരിവിനനുസരിച്ചൊക്കെ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് അരയ്ക്കാനൊക്കെ ഏറ്റവും നല്ലത് കാന്താരിയാണ്.
അപ്പോൾ കാന്താരി ഇല്ലാത്ത കാരണം നമ്മൾ പച്ചമുളക് എടുത്തു. അപ്പോൾ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയുടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ താഴെ നമുക്ക് ആ തേങ്ങയുടെ ഒന്ന് കളറൊക്കെ മാറാൻ വേണ്ടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു പിഞ്ചാണ് ചേർത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ കപ്പയ്ക്ക് ഒതുക്കിയാണ് എടുക്കുന്നത്, അതൊന്ന് ചതച്ചെടുക്കുകയേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നതിനകത്ത് ആ ചതച്ചതിൻ്റെ കൂടെ ഒരു ലേശം കൂടെ ഒന്ന് നമ്മുടെ തേങ്ങ ഒന്ന് അരയണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിതൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ഞാനിതിപ്പം ചതച്ചെടുത്തിരിക്കുന്നത്. ചതച്ചതിനെക്കാട്ടിൽ കുറച്ചുകൂടെ ഒരു രീതിയിൽ, എന്നാൽ നമ്മൾ കറിക്കൊക്കെ അരയ്ക്കുന്നതിനോട് അങ്ങ് അരഞ്ഞും പോകണ്ട, ആ രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റായി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിങ്ങനെ കുക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, മീൻ ഇതേപോലെ മുള്ളേന്ന് വരുന്ന പരുവത്തിൽ നമുക്കിത് ഓഫ് ചെയ്യാം. നമുക്കൊന്നിൽ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തന്നെ വലിയ ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തന്നെ നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം. പക്ഷേ ഇത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കപ്പയും മീനും കൂടെ അതിനകത്ത് കൊള്ളാത്ത കാരണം ഞാൻ തീ ഇപ്പോൾ ഓഫ് ചെയ്യുവാണ്. എന്നിട്ട് മറ്റൊരെണ്ണത്തിലേക്ക് ഞാൻ കപ്പ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ പ്രായമായവരോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത്, ഇങ്ങനത്തെ ഒരു ഡിഷ് ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ, അപ്പോൾ ഇത് മത്തിയായ കാരണം നല്ല മുള്ളുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ ചാറിനകത്ത് നിന്ന് ഈ മീനെല്ലാം നമുക്ക് മാറ്റിയിട്ട് ആ മുള്ളു മാറ്റിയതിന് ശേഷം ദശ മാത്രം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്ത കാരണം, ഇവിടുത്തെ ഉള്ള കുഞ്ഞ് കഴിക്കാത്തതും കാരണം ഞാൻ ഇതേപോലെ മുഴുവനെ തന്നെ മുള്ളോട് കൂടി തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമേ ഒരു പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പുളി നമുക്ക് ഇതിനകത്ത് നിന്ന് അങ്ങ് മാറ്റാം. ഇതിൽ ഉണ്ടായിരുന്ന ആ പുളി ഞാനങ്ങ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ മീനും ഈ ചാറ് ഉൾപ്പെടെ നമുക്ക് ഈ പാത്രത്തിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി മുള്ളു മാറ്റിയിട്ട് ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ആ മുള്ളൂടൊക്കെ ഉള്ളതാണ് അതിൻ്റെ ആ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് മുള്ളോട് കൂടി തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം കപ്പയും മത്തിയും ഞാൻ തീ കത്തിച്ചിട്ട് വീണ്ടും അടുപ്പിലോട്ട് വെച്ചു. ഇനി നമുക്കിതിനൊക്കെ കപ്പയ്ക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്, അരപ്പുണ്ടായിരുന്നല്ലോ, അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മീനിന് അധികം ചാറുണ്ടായിരുന്നില്ല. അപ്പം ഈ അരപ്പൊന്ന് വേകണമല്ലോ കപ്പയ്ക്ക് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ അരപ്പൊന്ന് വേകാൻ വേണ്ടി നമ്മൾ ഈ അരച്ച മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ നമുക്കൊരു 5 മിനിറ്റ് നേരം ഈ അരപ്പൊന്ന് വേകാൻ വേണ്ടി നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ നമ്മൾ അരപ്പൊക്കെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതിൻ്റെ നമ്മളിതിൽ കടുകൊന്നും പൊട്ടിക്കത്തില്ല. നമ്മളിതിലേക്ക് പച്ചവെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന കപ്പയെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെന്ത് ഉടയാൻ പറ്റുന്ന രീതിയിലുള്ള കപ്പയായിരിക്കണം. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഉപ്പൊക്കെ കറക്റ്റാണ്. നന്നായിട്ട് ഞാനിത് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇത് മത്തിയൊക്കെ കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കി നോക്കാൻ നല്ല ഒരു ഡിഷാണ്. കാരണം മത്തിക്ക് നല്ല നെയ്യൊക്കെ ഉണ്ട്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വേറൊരു നല്ല വീഡിയോയുമായി കാണും വരെ ബൈ.